പുതുവർഷത്തിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ പോലും ഒട്ടേറെ മാറ്റങ്ങളാണ് പുതിയ വർഷത്തിൽ വരാനിരിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങൾ അണിയറയിലുണ്ട്. ജനുവരി 1 മുതൽ നടപ്പാവുന്ന ഈ മാറ്റങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക നഷ്ടം തന്നെയായിരിക്കും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പുതുവർഷത്തിനും പുതിയ കലണ്ടറിനുമൊപ്പം രാജ്യത്തുടനീളമുള്ള കുടുംബങ്ങളെയും തൊഴിലാളികളെയും യാത്രക്കാരെയും ഒക്കെ ബാധിക്കുന്ന ചില സുപ്രധാന മാറ്റങ്ങൾ ജനുവരി 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരും. അവ അറിഞ്ഞില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം GST നിയന്ത്രണമാണ്. എല്ലാ നികുതിദായകർക്കും MFA നിർബന്ധമാക്കും. GST പോർട്ടലുകളിലെ സുരക്ഷ മുൻപത്തേക്കാൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇതിനായി കൃത്യസമയത്ത് OTP ഉൾപ്പെടെ ലഭിക്കാനായി മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യുക. ജീവനക്കാർക്ക് പരിശീലനം നൽകുക. കൂടാതെ ഇനി മുതൽ 180 ദിവസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത അടിസ്ഥാന രേഖകൾക്കായി മാത്രമേ E-Way ബില്ലുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയൂ. തായ്ലൻഡ് വിസ സേവനം. 2025 ജനുവരി 1 മുതൽ ലോകത്തെ ഏത് രാജ്യത്തു നിന്നുമുള്ള സന്ദർശകർക്കും തായ് വിസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തായ്ലൻഡ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും. നേരത്തെ ചില പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് മാത്രമേ ഈ വിസ സംവിധാനം ലഭിക്കാൻ അർഹത ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നീക്കം ഏത് രാജ്യത്തു നിന്നുമുള്ള അപേക്ഷകർക്കും മുഴുവൻ വിസ അപേക്ഷ നടപടിക്രമങ്ങളും ഓൺലൈനായി പൂർത്തിയാക്കാൻ അനുവദിക്കുന്നു. ഇതോടെ അന്താരാഷ്ട്ര സന്ദർശകർക്കുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും തായ്ലൻഡിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യക്കാർക്കുള്ള US വിസ ആശ്വാസം. 2025 ജനുവരി 1 മുതൽ ഇന്ത്യയിലെ US എംബസി കുടിയേറ്റക്കാരല്ലാത്ത വിസ അപേക്ഷകർക്ക് അധിക ഫീസില്ലാതെ ഒരിക്കൽ കൂടി അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ അനുവദിക്കും. അധിക പുനഃക്രമീകരണത്തിന് വീണ്ടും അപേക്ഷയും ഫീസ് പേയ്മെന്റും ആവശ്യമാണ് എന്ന് മാത്രമേയുള്ളൂ. ടെലികോം നിയമങ്ങൾ. ജിയോ, എയർടെൽ, വോഡാഫോൺ, BSNL തുടങ്ങിയ ടെലികോം ദാതാക്കളുടെ പുതിയ മൊബൈൽ ടവർ ഇൻസ്റ്റാളേഷനുകളുടെ ലൊക്കേഷനുകൾ പുതിയ നിയന്ത്രണം വ്യക്തമാക്കുന്നു. ഈ വർഷം സെപ്റ്റംബറിലാണ് ഈ നിയമം ടെലികോം മന്ത്രാലയം പുറത്തുവിട്ടത്. ജനുവരി 1 മുതൽ ഇവ പ്രാബല്യത്തിൽ വരും. പൊതു ഇടങ്ങളിലെ ടവറുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണത്തിൽ ഈ നിയമം സ്വാധീനം ചെലുത്തും.